മംഗലം നമ്മളെ നാട്ടിലത്തെ ഒരു അടിപൊളി കൂടിയാണ് നമ്മൾ എടുക്കാൻ പോകണല്ലേ. അടിപൊളി കൂടി, അതായത് കണ്ടില്ലേ നല്ല കാഴ്ചട്ടത്, നല്ല പച്ചപ്പ്. അതിൻ്റെ ഉള്ളിലുണ്ട് ഒരു ഗുഹ, ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ഒരു ഓവാലം. അതിൻ്റെ വീഡിയോ എടുക്കണ്ടോ. നമ്മുടെ നാട്ടിലൊക്കെ നമ്മളെ നാട് തന്നെയാണ്. കാണാൻ തന്നെ എന്താ രസമല്ലേ. ഈ പൊന്തൻ്റെ മുകളിൽ ട്രെയിനോട് പോകും, അതും കാണിച്ചു തരാം. പാസഞ്ചർ അബോർഡ് നേരത്തെ പറഞ്ഞ കാഴ്ചയാണ്. ആ പൊന്തൻ്റെ മുകളിൽ കൂടെ ഷൊർണൂർ പാസഞ്ചർ, അടിപൊളി കാഴ്ചയല്ലേ. ഇപ്പോൾ ഒരു മറ്റേ ട്രെയിൻ കേട്ടോ, നിലമ്പൂർക്കുള്ള ട്രെയിനും കൂടി അതാ വരുന്നത് കേട്ടോ. അതാ പോണ നിലമ്പൂർ, അടിപൊളി കാഴ്ച. നിലമ്പൂർക്കുള്ള ട്രെയിന്, രണ്ടാമത്തെ ട്രെയിനും പോയിട്ടോ. ഓക്കെ, നേരത്തെ പറഞ്ഞ ആ ഓവാലം ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ഓവാലം കേട്ടോ. കരിങ്കല്ലിൻ്റെ ഇത് കൊണ്ടുവന്ന് വെച്ചുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയ ഓവാലം. മംഗലം അനക്കറിയണ ചരിത്രം പറഞ്ഞ ഈ ഓവാലത്തിൽ എത്ര പഴക്കണ്ടാവും? ഇതിന് എന്റെ അഭിപ്രായത്തില് ഒരു 100ന്റെ മേലക്കല്ല കീഴ്പ്പെട്ടിട്ടുണ്ടാവില്ല. കാരണം ഇത് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയതാണ്. ഇത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പില്ല പറഞ്ഞൊരു ഓവാലാണിത്. നല്ലൊരു പഴക്കമുണ്ട്. പിന്നെ ഇതിന്റെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ നല്ല വൃത്തിയിലാണ് ഈ കല്ലുകളൊക്കെ. അന്നത്തെ കാലത്തെ പണിക്കാരല്ല വൃത്തിയിലാണ് ഈ കല്ല് വെച്ചിരുന്നത്. കല്ലൊക്കെ കട്ട് ചെയ്തോണ്ട് അട്ടിക്കല്ലേ വൃത്തിയാക്കിയാണല്ലോ. സിമെന്റോട് അടുത്തൊന്നല്ല, അതിന്റെ ഒരു പടുവിന് എനിക്കുള്ളത് എന്തുകൊണ്ടത് ചെയ്തിട്ടുള്ളത്. ഇത് നല്ല അല്ലേ, സിമെന്റ് അല്ല, കോൺക്രീറ്റ് മരിൽ ഒരു മെറ്റലിൻ കൊണ്ടാണ് ഇത്. കല്ലാണ് മൊത്തം അല്ലേ, ഇതിന് മേലും കല്ലാണ്. മേലും കല്ലാണ്. ഇത് വാർത്തതല്ല, കല്ല് തന്നെയാണ്. മൊത്തം കല്ലുകളാണ്. നല്ല നീളല്ല കല്ല് കൊണ്ട് അത്രയും സെറ്റപ്പാണ്. കാരണം അത്ര കൊല്ലായിട്ട് ട്രെയിൻ ഇതിന് മുകളിൽ കൂടെ ഇങ്ങനെ പോലെ, ഇതിന് വിളിച്ചേ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഇതേപോലെ അങ്ങാടി പുറത്തുണ്ട്, ഏഴുകണ്ണിപ്പാലം എന്ന് പറഞ്ഞിട്ടേ. അതിന്റെ അടിയിൽ സുന്ദരമായ ഒരു വെള്ളച്ചാലും. അതിന് വണ്ടി പോകാൻ അല്ല, അത് ഇതിലെ അന്നവിടെ വെള്ളം പോണ സ്ഥലം ഉണ്ടായപ്പോൾ ഇതിനൊരു ഓവാലം കൊടുത്താണ് അല്ലേ. ഇതിലെ പണികൾ നോക്കിയാച്ചി, വലിയ കല്ല് ഇങ്ങനെ വിലങ്ങടെ വെച്ചേക്കാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഇതിനൊന്നൊരു സ്ക്രാച്ചോ കാര്യമോ ഒന്നുമില്ല. ഓരോ ഭാഗങ്ങളും നല്ല വൃത്തിയായിട്ട് പണി. പക്ഷെ ഇതിനുള്ള കൂടെ വാഹനങ്ങൾ പോകുന്നുണ്ട്, ബൈക്കുകളൊക്കെ പോകുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ആൾക്കാർ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഇത് വാഹനങ്ങൾ പോകാൻ തന്നെ ഒരു അശ്മെൻറ്റിൽ വാഹനങ്ങൾ പോകുകയാണ്. ഇതിന് അടിയിൽ കൂടെ വാഹനങ്ങൾ പോകാൻ അനുമതിയൊന്നുമില്ല. ഇതിൽ വെള്ളമാണ്, ഓവലത്തിൽ കൂടെ വെള്ളം വരികയാണ്. ഇതിൽ കൂടെ ബൈക്കുകൾ പോകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. ഇതിൻ്റെ പടം നോക്കിയാൽ ഒക്കെ കല്ലില്ലേ, കല്ല് വീതിയിലെ കല്ലട് വെച്ചിട്ടേ അതിൻ്റെ മേലെ ഇതാക്കിയാണ്ട് പിന്നെ പോവാണത് കണ്ടോ. ഫുള്ള് മേലക്കല്ല കല്ലട, പരന്ന കല്ലും ഓരോ ഓവാലം. ഇതാണ് 3 എണ്ണമാണ്. ഒന്ന് പടിയില്ലേ, ഇതിൻ്റെ കല്ല് അവിടെയൊക്കെ ഇതിൻ്റെ പടവിനെ സെറ്റപ്പ് നോക്കിയാ ചേച്ചി. വലിയൊരു കരിങ്കല്ലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ, വലിയൊരു കരിങ്കല്ലാണ്. അത്ര കാലങ്ങളായിട്ടേ എന്നാ ഒരു വെള്ളിച്ചേ കാര്യോ ഒന്നുമില്ലല്ലോ. ഇതിൽ വെള്ളം അല്ലേ, ഒരു തൈ കൂടെ വെള്ളമാണ് വരുന്നത്. മീനുകളുണ്ടല്ലേ ഇതിൽ. കരിങ്കല്ലാണത്, കരിങ്കല്ല് പലക നിരത്തിയമാരുടെ നിരത്തിയേക്കല്ലേ. അടിപൊളി പാലാണത് അല്ലേ. ഇത് സിമെന്റ് അല്ല, ഇതെന്താ സാധനം അല്ലേ. ഇതൊക്കെയാ സിമെന്റ് കൊണ്ടല്ല, അത് ഇവിടെ മെർക്കുറിയ ഇവിടെയൊക്കെ ഇതാക്കണ്ടോ, ഇവിടെയൊക്കെ ഇതാക്കണം കേട്ടോ. അല്ല, അതത് പടുക്കാൻ വേണ്ടി എംസാൻ്റെ ഒന്നും ഇല്ലല്ലോ. അന്ന് എംസാൻ്റെ സിമെന്റ് ഒന്നും അല്ല, അത് വേറെന്തോ ഒരു അശ്മെന്റ് കൊണ്ടേ കെമിക്കൽ സാധനം കൊണ്ട് പടുത്തതാണ് അല്ലേ. നല്ല രസകരമായ ചോര വെള്ളം. അതിൻ്റെ ഇടയിൽ കൂടെ ഓരോ ഭാഗത്തിനും കൂടെ വെള്ളമാണ് വരുന്നത് അല്ലേ. രണ്ടാമത്തെ ഹോൾസാണ്, മൂന്നാമത്തത് അവിടെ. ഒരു ഹോൾസ് കൂടെ ബൈക്ക് പോകുന്നുണ്ട്, ബൈക്ക് മാത്രമേ പോകുള്ളൂ, നല്ല വീതിയും വലിപ്പമുള്ളൂ. ഇനിയിപ്പോൾ വരും മറ്റേ ട്രെയിൻ കേട്ടോ. ബൈക്ക് അങ്ങനെ പോകണം. ഇപ്പം നമ്മളെ വീഡിയോ ഒക്കെ എടുത്താണ് മടങ്ങല മംഗലം. എല്ലാവരും നമ്മളെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ട് ഇഷ്ടപ്പെട്ടുകണമെങ്കിൽ നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടുകണമെങ്കിൽ